friends, എല്ലാവർക്കും എൻ്റെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി MCQന്റെ 33ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ വരുന്ന ഗവൺമെന്റ് സെൻട്രൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മെയിൻലി നമ്മുടെ വരാൻ പോകുന്ന DME എക്സാം, കേരള PSCയിലെ DME എക്സാം, നിംഹാൻസ് എക്സാം, എയിംസ് നോർസെറ്റ് എക്സാംസ്, RRB, ജിഗ്മാർ, ഇതുപോലെയുള്ള എല്ലാ സെൻട്രൽ ലെവൽ എക്സാംസിനും ചോദിക്കാൻ ചാൻസ് ഉള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഗ്രൂപ്പ് റെഗുലർ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. എല്ലാം കാണുക, മിസ്സായ പാർട്ടുകളെല്ലാം കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസോ കമന്റ്സോ എഴുതാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നഴ്സിംഗ് ആസ്പിറൻസ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പും ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സുമാരുടെ ഒരു ഗ്രൂപ്പാണ്. സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. Which statement is true regarding a patient with a Sengstaken Blackmore tube? അപ്പോൾ നമുക്കറിയാം Sengstaken Blackmore tube എന്നുള്ളത് നമ്മൾ ഈസോഫേജിയൽ വേരിയസസ് പഠിച്ച സമയത്ത് അവിടെ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്യൂബാണ് അല്ലെ, ഒരു ബലൂൺ ടിപ്ഡ് ട്യൂബാണ് ഈ Sengstaken Blackmore ട്യൂബ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഷ്യന്റിന് ഇത് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് താഴെ പറയുന്നതിൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? A smaller balloon will provide direct pressure to control bleeding from esophagus. അതായത് ഈ ട്യൂബിന്റെ Sengstaken Blackmore ട്യൂബിന്റെ അവിടെ ഒരു സ്മോളർ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂൺ ആണ് ഈസോഫാഗസിന്റെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ട്യൂബ് ഹാസ് 4 lumens on which drains esophageal secretions. 4 lumens ഉണ്ട്. അതിൽ ഒരു lumen എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈസോഫേജിയൽ സെക്രീഷൻസ് ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. Esophageal balloon should be inflated to a pressure between 30 to 35 mmHg. Esophageal balloon അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 30 to 35 mmHg ആണ്. A scissor should be kept at the patient bedside. പേഷ്യന്റെ ബെഡ്സൈഡിൽ എന്ത് ഉപയോഗിക്കണം? ഒരു സിസർ എപ്പോഴും സൂക്ഷിക്കണം. ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. പേഷ്യന്റ് ബെഡ്സൈഡിന്റെ എന്ത് ചെയ്യണം? ഒരു സിസർ എപ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. Okay, answer D is correct. Scissors should be kept at the patient bedside in case there is a need to deflate the balloon and remove the tube rapidly. അതായത് നമ്മുടെ ഈസോഫാഗസിലോട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അതിന്റെ ടിപ്പിലുള്ള ഏറ്റവും താഴ്ഭാഗത്തുള്ള 2 ബലൂണുണ്ട്. ഈസോഫേജിയൽ ബലൂണും ഉണ്ട്, ഗ്യാസ്ട്രിക് ബലൂണും ഉണ്ട് അല്ലെ. അപ്പോൾ അതിൽ ഏത് പാർട്ടാണോ ബ്ലീഡിംഗ് ഉള്ളത് ആ ഭാഗത്തുള്ള ബലൂണാണ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ, ഇവിടെ എയർ ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ചില പേഷ്യൻസിൽ അവിടെ എന്തൊക്കെ പ്രോബ്ലം, ബ്രീത്തിങ് പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്ഡോമിനൽ ഡിസ്കംഫർട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ്. അങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബലൂൺ ഡീഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ പേഷ്യന്റ് ബെഡ് സൈഡിൽ എന്തുണ്ടാവും? ഒരു സിസർ എപ്പോഴും വെക്കണം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എങ്ങനെ തെറ്റിയെന്ന്, ഇതാണ് നമ്മുടെ ഈസോഫേജിയൽ Sengstaken Blackmore ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ നോക്കിക്കോളൂ. ഇതാണ് Sengstaken Blackmore ട്യൂബ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നാസൽ റൂട്ട് വഴിയോ അല്ലെങ്കിൽ ഓറൽ റൂട്ട് വഴിയോ ഇത് ഇൻസേർട്ട് ചെയ്യും, ലൂബ്രിക്കേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തും അതെവിടെ എത്തും? അത് നമ്മുടെ സ്റ്റൊമക്ക് വരെയാണ് പോകുന്നത്. ഏറ്റവും ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിനകത്താണ് പോകുന്നത്. 2 ബലൂൺ ഉണ്ട്, ഒന്ന് ഈസോഫാജിയൽ ബലൂണും ഒന്ന് ഗ്യാസ്ട്രിക് ബലൂണും ഉണ്ട്. അപ്പൊ ഗ്യാസ്ട്രിക് ആ ഒരു ഭാഗത്താണ് നമ്മൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യേണ്ടത്. ഗ്യാസ്ട്രിക് ബലൂൺ ആണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്. ഈസോഫേജിയസ് ബലൂൺ ആണെങ്കിൽ ഈസോഫേജിയൽ വേരിയസിൽ ഈ ഭാഗത്തുള്ള ബ്ലീഡിംഗ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതിൽ ഒരു 3 ല്യൂമൻ ആണുള്ളത്, 4 അല്ല 3 ല്യൂമൻ ആണ്. ഒന്ന് പ്രഷർ കൺട്രോൾ ചെയ്യാനും, ഒന്ന് നമ്മുടെ സലൈൻ ഇൻഫ്യൂസ് ചെയ്യാനും, പിന്നെ ഒന്ന് നമ്മുടെ ഗ്യാസ്ട്രിക് ആസ്പിറേഷൻ പോർട്ടായിട്ട്, അതായത് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആസ്പിറേറ്റ് ചെയ്യാനുള്ള 3 പോർട്ടുകളാണ് ഇവിടെ. 3 ല്യൂമൻ ആണ് കാണുന്നത്. ഇതിനുള്ള പ്രഷർ എന്ന് പറയുന്നത് 30 to 35 അല്ല, മോർ ദാൻ 45 ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈസോഫേജിയൽ വേരിയസസ് എന്ന് പറയുന്നത്?
distended and fragile veins in the esophageal wall. This is called as esophageal varices. It's a result of, it occurs usually a result of cirrhosis. Cirrhosis ന്റെ ഫലമായിട്ടാണ് esophageal walls ലുള്ള വെയിനുകളെല്ലാം ഡിസ്റ്റൻഡ് ആയിട്ടും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനാണ് esophageal varices എന്ന് പറയുന്നത്. To control the bleeding in esophageal varices, we insert Sengstaken Blackmore tube through nose or mouth. Okay, nose വഴിയും insert ചെയ്യാം, mouth വഴിയും insert ചെയ്യാം. Okay, clear അല്ലേ? Next question. The nurse is caring for a post-operative client when the client becomes non-responsive and pale with a BP of 90/40. അത് post-operative client ആണ്. ഈ സർജറി എന്ന് പറഞ്ഞിട്ടില്ല, post-operative client ആണ്. പേഷ്യന്റ് സർജറി കഴിഞ്ഞ് നോൺ റെസ്പോൺസീവ് പെയിലുമായി പിന്നെ BP 90/50 ആയി. അപ്പൊ എന്താണ്? ഹൈപ്പോടെൻഷൻ ആണ് അല്ലെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻ എന്താണ്? പ്ലേസ് ദ ക്ലൈന്റ് ഇൻ ട്രെൻലബർഗ് പൊസിഷൻ. ഏത് സർജറി ഒന്നും അറിയില്ല, നമുക്ക് ട്രെൻലബർഗ് പൊസിഷനിൽ കിടക്കാൻ പറ്റുമോ? അതായത് BP കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻ കൂട്ടണമോ, അഡ്മിനിസ്റ്റർ അട്രോപ്പിൻ ആണോ, എമർജൻസി കാർഡ് ടു ദ ബെഡ് സൈഡ് ആണ്. ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഹൈപ്പോടെൻഷനിൽ IV ഇൻഫ്യൂഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈപ്പോവോളീമിയ കാരണമായിരിക്കാം പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലയന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ BP കുറഞ്ഞത് അല്ലെ, ബ്ലീഡിങ് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? IV ഇൻഫ്യൂഷൻ റേറ്റ് ആണ് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടത്. Answer B is correct. The client is hypotensive, so the necessary intervention at this time is to increase the rate of IV infusion. Other interventions initial action അല്ല, അതിന് ശേഷം ചിലപ്പോൾ ചെയ്തേക്കാം. Next, third question. A client is scheduled for a biologic heart valve replacement. അതായത് ഹാർട്ട് വാൾവ് റീപ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ആന്റികോയാഗുലൻസ് തെറാപ്പി, വാർഫാൻ പോലെ ഡ്രഗ്സ് കൊടുക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? ബയോളജിക് ഹാർട്ട് വാൾവ് റീപ്ലേസ്മെന്റ് ആണ് നടത്തിയത് അല്ലെ. ലൈവ് സോഴ്സിൽ നിന്നുള്ള ഹാർട്ട് വാൾവ് റീപ്ലേസ്മെന്റ് ആണ് നടത്തിയത്, സിന്തറ്റിക് അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ ന്യൂസ് അറിഞ്ഞിരിക്കേണ്ടത്? ലൈഫ് ലോങ് ആന്റികോയാഗുലൻസ് തെറാപ്പി ഉണ്ടോ പേഷ്യന്റിന്? ബയോളജിക് ഹാർട്ട് വാൾവ് റീപ്ലേസ്മെന്റ് നടന്ന പേഷ്യന്റ് ലൈഫ് ലോങ് ആന്റികോയാഗുലന്റ് തെറാപ്പി പോകുമോ? വാൾവ് റീപ്ലേസ്മെന്റ് എവറി 2 ഇയേഴ്സ് ആണ്, ഓരോ 2 വർഷത്തിലൊരിക്കൽ വാൾവ് റീപ്ലേസ് ചെയ്യണമോ? സ്ട്രിക്റ്റ് ഡെന്റൽ ഹൈജീൻ ടു പ്രിവെന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ? യൂസ് ഓഫ് ഇലക്ട്രിക് റേസർ ഇൻസ്റ്റെഡ് ഓഫ് സേഫ്റ്റി റേസർ. ഇലക്ട്രിക് റേസർ യൂസ് ചെയ്യണം സേഫ്റ്റി റേസറിനെ കുറിച്ച്. ഏതാ നഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യം? ഓപ്ഷൻ സി ആണ്. ബയോളജിക് ഹാർട്ട് വാൾവ് റീപ്ലേസ്മെന്റ് എന്നുള്ളവിടെ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സ്ട്രിക്റ്റ് ഡെന്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം ടു പ്രിവെന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതാണ് കറക്റ്റ് ഓപ്ഷൻ. Answer C is correct. The client with a biologic heart valve replacement will need strict dental hygiene to prevent bacterial infections. Okay. Next, fourth question. A client being treated with a sodium warfarin has a prothrombin time on 20 seconds. The normal prothrombin time നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ പേഷ്യന്റ് തന്നെ വാർഫാരിൻ പോകുന്ന ഒരു പേഷ്യന്റ് prothrombin time 20 seconds എന്നാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ക്ലോസ് അസസ്മെന്റ് ഫോർ സൈൻസ് ഓഫ് ബ്ലീഡിംഗ് ഈസ് നീഡഡ്. The dose of coumadin is inadequate to prevent thrombi. The client should limit the intake of foods rich in vitamin K. Skipped doses should be made by taking an additional dose. ഏതാ കറക്റ്റ്? കറക്റ്റ് പ്രോത്രോമിൻ ടൈം കൂടിയെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ബ്ലീഡിംഗ് ടൈം കൂടി. അപ്പൊ ബ്ലീഡിംഗ് ഉണ്ടോ, ബ്ലീഡിംഗ് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Answer A is correct. The client's prothrombin time is elevated, so the nurse should assess the client for signs of bleeding. Bleeding chance. Next, which food selection would provide the most calcium for client who is 4 months pregnant? 4 മാസം pregnant ആയ ഒരു അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം കിട്ടുന്നുള്ള കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഏതാണ്? ഓട്ട്മീൽ ആണോ, ബൗൾ ഓഫ് ഓട്ട്മീൽ ആണോ, ബ്രാൻ മഫിൻ ആണോ, 1 കപ്പ് ഓഫ് യോഗർട്ട് ആണോ, ലാർജ് ഓറഞ്ച് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി 1 കപ്പ് ഓഫ് യോഗർട്ട് ആണ് എന്തുള്ളത്? കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത്. Answer C is correct. The food selection with the most calcium is yogurt. Other options എന്ന് പറയുന്നത് അത്രയും റിച്ച് ആയിട്ടുള്ള കാൽസ്യം റിച്ച് അല്ല. Sixth question. The client with preeclampsia is admitted with an order for magnesium sulfate. Magnesium sulfate പോകുന്ന ഒരു patient. Which action by the nurse indicates an understanding of magnesium toxicity?
അതായത് magnesium sulfate പോകുന്ന ഒരു പേഷ്യന്റ് നമ്മൾ nurse ചെയ്യുന്ന ഏത് ആക്ടിവിറ്റിയാണ് ആ nurseന് magnesium toxicity കുറിച്ച് അറിയാം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. The nurse lowers the temperature of the room. The nurse places an airway at the bedside. The nurse insert an indwelling catheter and obtain an hourly intake and output. The nurse darkens the room to reduce environmental stimuli. Is the correct option? Option C ആണ്. The nurse inserts an internally catheter and obtain an hourly intake output. അതായത് magnesium toxicity, magnesium sulfate പോകുന്ന ഒരു പേഷ്യന്റിന് magnesium toxicity ഉണ്ടാകുന്നെങ്കിൽ അതെങ്ങനെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസ്ക് നമുക്ക് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അതായത് നമുക്ക് മെയിൻലി നോർമൽ യൂറിൻ ഔട്ട്പുട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, അവിടെ യൂറിൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യേണ്ടതുണ്ട്, ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണം. സോ യു വിൽ ഇൻസർട്ട് എന്താ indwelling catheter and catheterization ചെയ്ത് യൂറിനറി ഔട്ട്പുട്ടും ഇൻടേക്കും ഔട്ട്പുട്ടും ഫ്ലൂയിഡ് ഇൻടേക്കും ഔട്ട്പുട്ടും നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ magnesium toxicity ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. Answer C is correct. The client receiving magnesium sulfate should have an indwelling catheter in place and hourly intake and output should be checked. Okay, and A, B, D are incorrect because they do not indicate understanding of magnesium sulfate toxicity. Next, 7th question. The best size cathlon. Cathlon എന്ന് പറയുമ്പോൾ നമ്മുടെ needle size, cannula size ആണ് for administration of a blood transfusion to a 6-year-old. 6 വയസ്സുള്ള ഒരു കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അതിന്റെ കാത്തലോണിന്റെ സൈസ് എത്രയാണ്? 18 gauge ആണോ, 19 gauge ആണോ, 22 gauge ആണോ, 20 gauge ആണോ? യൂഷ്വലി അഡൽട്ടിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് 18 ആണ്. ബട്ട് ഫോർ ചിൽഡ്രൻ 6 years എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഓപ്ഷൻ ഡി 20 gauge ആണ്. Okay. Answer D is correct. The best size cathlon to use the child receiving blood is 20 gauge. For adult, it is 18 gauge. Okay. Next, 8th question. A client is admitted to the unit 2 hours after an explosion causes burn to the face. അതായത് ബേൺസ് കഴിഞ്ഞ് ഫേസിൽ ബേൺസ് ആയിട്ട് 2 മണിക്കൂർ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിവിടെ എന്തിനെ കുറിച്ചാണ് കൺസേൺഡ് ആവേണ്ടത്? ഹൈപ്പോവോളിമിയെ കുറിച്ചാണോ, ലാരിഞ്ചിയൽ എഡിമിയെ കുറിച്ചാണോ, ഹൈപ്പർ നെട്രീമിയ ആണോ, ഹൈപ്പർ കെലീമിയ ആണോ? മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട എയർവേ പ്രോബ്ലംസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫേസിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചാൻസ് ഉണ്ട്? ലാരിഞ്ചിയൽ എഡിമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ബ്രീത്തിങ്ങിനെയാണ് ആദ്യം ഫസ്റ്റ് എഫക്ട് ചെയ്യുക. ഹൈപ്പോവോളിമിയും റിസ്ക് ഉള്ളത് തന്നെയാണ്, പക്ഷെ നമ്മൾ ലാരിഞ്ചിയൽ എഡിമിയാണ് കുറച്ചുകൂടെ ഒന്ന് മോസ്റ്റ് കൺസേൺഡ് ആകുന്നത്. എയർവേ ആണ് മോസ്റ്റ് കൺസേൺ ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ബ്ലീഡിങ് അല്ലെങ്കിൽ ഹൈപ്പോവോളിമിയ വരും. സോ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. Answer B is correct. The nurse should be most concerned with the laryngeal edema because of the location of burn. Answers A, C, D do not take priority over airway. Airway കൂടുതൽ priority വരുന്നതല്ല ബാക്കിയുള്ള ഓപ്ഷൻ. Next, ninth question. The nurse is caring for a client with the diabetes mellitus. Diabetes mellitus ഉള്ള പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം. Which instruction should be given to the patient? എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പേഷ്യന്റിന് കൊടുക്കേണ്ടത്? Tell the client to avoid chair avoid ചെയ്യാൻ പറയാം. Tell the client to decrease her intake of sodium കുറയ്ക്കാൻ പറയാം. Tell the client to weigh daily weight check ചെയ്യാൻ പറയാം. Tell the client to report numbness and tingling in her feet and toes. കൈകാലുകളിൽ numbness and tingling sensation ആണെങ്കിൽ, numbness tingling തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക. ഏതാ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. അത് എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്ത്? ഡയബറ്റിക് ന്യൂറോപ്പതി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലെ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. The nurse should tell the client to report numbness and tingling of her feet and toes because this indicates diabetic neuropathy. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. നെക്സ്റ്റ് 10th question. The nurse is caring for a client following cast application. Cast application കഴിഞ്ഞ എന്താണ്? ഫ്രാക്ചർഡ് അൾന. അൾന ഫ്രാക്ചറിൽ കാസ്റ്റ് ആപ്ലിക്കേഷൻ ഉള്ള പേഷ്യന്റ്. ആ പേഷ്യന്റ് കെയർ ചെയ്യുമ്പോൾ എന്ത് റിപ്പോർട്ടാണ്, എന്താണ് നമ്മൾ പെട്ടെന്ന് ഫിസിഷ്യനോട് അല്ലെങ്കിൽ ഡോക്ടറോട് ഇൻഫോം ചെയ്യേണ്ടത്? പെയിൻ ബിനീത്ത് ദ കാസ്റ്റ് ആണോ, വാം ഫിംഗേഴ്സ് ആണോ, പൾസ് ഈസ് പ്രസന്റ് ആണോ, പാരസ്തീഷ്യ ഓഫ് ദ ഫിംഗേഴ്സ് ആണോ? ഈസി ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. കാരണം കാസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പ്രഷർ ഉണ്ടാവും അല്ലെ. അപ്പൊ പെയിൻ ബിനീത്ത് ദ കാസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി എക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. വാം ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ പ്രോപ്പർ ബ്ലഡ് സപ്ലൈ ഉണ്ട്, പൾസ് ഉണ്ട് എന്നർത്ഥം. പൾസ് പ്രസന്റ് ആണെന്നുള്ളത് നോർമൽ ആണ്. പാരസ്തീഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഡിക്രീസ് ബ്ലഡ് സപ്ലൈ ആയിരിക്കാം. സോ വി ഷുഡ് ഇൻഫോം ടു ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. Answer D is correct. Paresthesia of the fingers should be reported because it is associated with the compartment syndrome. എന്താണ്
കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഇസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കാസ്റ്റ് ആപ്ലിക്കേഷനിലെ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. ബാക്കിയുള്ളതൊന്നും എക്സ്പെക്ടഡ് ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ളതും ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. റെഗുലർ ആയിട്ട് കഴിഞ്ഞ വീഡിയോസും ഇനി വരുന്ന വീഡിയോസും ഒക്കെ കാണുക. തിയറി ക്ലാസ്സസ് ഒന്നും മിസ്സാകാതെ കാണുക. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ.